ലീഗിനെ ചൊറിയാൻ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം കിട്ടായ്മ പിടിച്ച് തൂങ്ങും. ഇപ്പോഴത്തെ പ്രശ്നം 12,000 റുപ്യ ഓരോ വീട്ടുകാരെ കയ്യിൽ നിന്നും പിരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കെ ടി ജലീൽ സാഹിബിനോടാട്ടോ നമ്മുടെ വയനാട് വീടിൻ്റെ കുടിയിരിക്കലാണ്. നമ്മളെ മലപ്പുറം ഭാഷയിൽ വളാഞ്ചേരി ഭാഷയിലൊക്കെ പറഞ്ഞാൽ കുടിയിരിക്കലാണ്. അറിഞ്ഞല്ലേ? ഈ സമയത്ത് നിങ്ങൾ ദേശാഭിമാനിക്കൊരു വിവരം കൊടുത്തു എന്നറിഞ്ഞു. ലീഗ് നിർബന്ധിതമായിട്ട് അവിടെയുള്ള ആളുകളിരുന്ന് വീട്ടുകാരിരുന്ന് പൈസ പിരിക്കുന്നുണ്ട് എന്നുള്ളത്. ഇത്രയും കോടികൾ ചിലവാക്കിയിട്ട് വീടൊക്കെ ഉണ്ടാക്കി കൊടുത്ത ലീഗിന് എന്തിനാ 12,000 റുപ്യ അവരേക്കൊന്ന് പിരിക്കണ്? എല്ലാം നഷ്ടപ്പെട്ട ആളുകളല്ല അവരേക്കൊന്ന് എന്തിനാ ലീഗിന് ഇനി ഒരു 12,000 പിരിച്ചിട്ട് എന്ത് കാട്ടാനാണ്? നിങ്ങൾ ലീഗ് വീട് കൊടുക്കും എന്ന് പറഞ്ഞ അന്ന് തുടങ്ങിയതാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലേ? എന്തെങ്കിലും ഒരു നല്ല വാക്ക് നിങ്ങളെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടോ? ആ പാർട്ടിയിൽ നിന്ന് പോകുന്ന ഒരാളല്ലേ നിങ്ങൾ അല്ലേ? ആ ലീഗ് വീട് കൊടുക്കുകയാണ്, ഇത്ര വീട് കൊടുക്കുന്നു അന്ന് പറഞ്ഞ് നിങ്ങളെന്താ പറഞ്ഞത്? ലീഗ് വീട് കൊടുക്കണം, എനിക്കൊന്ന് കാണാം ലീഗ് വീട് കൊടുത്തത് തന്നെ എന്നുള്ളത്. ഇപ്പം ലീഗ് വീട് കൊടുത്തു, അതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനോടനുബന്ധിച്ചിട്ട് തന്നെ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് സർക്കാരിനെ സഹായിച്ച് സർക്കാരും വീടുണ്ടാക്കി കൊടുത്തു. നിങ്ങൾ ഉൾപ്പെടുന്ന സർക്കാർ അല്ലേ? ലീഗിനെ ചൊറിയാൻ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം കിട്ടായ്മ പിടിച്ച് തൂങ്ങും. ഇപ്പോഴത്തെ പ്രശ്നം 12,000 റുപ്യ ഓരോ വീട്ടുകാരെ കയ്യിൽ നിന്നും പിരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിരിച്ചെടുക്കുകയാണ്, നിർബന്ധിത പിരിവാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവിടെ ഒരുപാട് ചാനലുകാരൊക്കെ പോയിട്ട് ന്യൂസും ചാനലൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലവർ പറയുന്നുണ്ട്, അവിടെയുള്ള വീട്ടുകാരൊക്കെ കൂടി ആലോചിച്ചൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളൊരു തീരുമാനമാണ് ലീഗിൻ്റെ ആളുകൾക്കും അതിന് വേണ്ടി പിന്നിൽ പ്രവർത്തിച്ചവർക്കൊക്കെ ഒരു പാർട്ടി കൊടുക്കുക എന്നുള്ളത്. ആ പാർട്ടി നടത്താനുള്ള പിരിവ് അത് അവരെടുക്കുകയാണ്. അവരുടെ സ്വയം എടുത്തൊരു തീരുമാനമാണിത്. അല്ലാതെ അവിടെ ലീഗ് ഒരു നിർബന്ധിത പിരിവ് നടത്തണം. ഇത്രയും കോടികൾ മുടക്കി സ്ഥലം മേടിച്ച് വീടുണ്ടാക്കി കൊടുത്ത ലീഗിന് എന്തിനാണ് പോയി ഒരു 12,000 റുപ്യ ആ സാധുക്കളേക്കൊന്ന് പിരിക്കുന്നത്? എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ് അവർക്ക് പറഞ്ഞ സമയത്തിനുള്ള വീട് പണി നമ്മൾ പൂർത്തീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ലീഗിന് അങ്ങനെ ഒരു 12,000 അല്ലെങ്കിൽ എന്തെങ്കിലും പൈസൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ലീഗിന് നല്ല സംഭവമായിട്ടുള്ള ഒരു ടീം ഞങ്ങൾ ബാക്കിലുണ്ട്. അതിൻ്റെ പേരാണ് KMCC. പിന്നെ എന്തിനാണ് എൻ്റെ ജലീൽ ഭായ് ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്? കഷ്ടമല്ല ഇതൊക്കെ. എന്തായാലും പോട്ടെ, കുടിയിരിക്കൽ വരികയാണ്. നല്ല അടിപൊളി പാർട്ടി ഉണ്ട്. നിങ്ങളുടെ പാർട്ടി ആൾക്കാർ പറയുന്ന പോലെ നല്ല അടിപൊളി ബിരിയാണി ഉണ്ട്. വെറും ബിരിയാണി അല്ല, കുട്ടൻ ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മൂരി ബിരിയാണി ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടൻ ബിരിയാണി, മൂരി ബിരിയാണി. അതുകൊണ്ട് ജലീൽ സാഹിബേ വായോ, വയനാട്ടിലേക്ക് കുടിയിരിക്കലിനെ ക്ഷണിക്കുകയാണ്. എന്തിനാണ് ഭായി ഈ പകൊക്കെ കൊണ്ടടക്കുന്നത്? ഒക്കെ ഒഴിവാക്ക്. രാഷ്ട്രീയമല്ലേ, പാർട്ടി അതും ഇതൊക്കെ ഉണ്ടാവും. നല്ലത് ആര് ചെയ്താലും നല്ലതെന്ന് പറയാൻ കഴിയണം. അത് ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും ഇനി BJP ആയാലും ഏത് പാർട്ടി ആയാലും ഏത് മനുഷ്യരാണെങ്കിലും ശരി, നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയാനുള്ളൊരു മനസ്സാണ് ആദ്യം വേണ്ടത്, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള ആളുകൾക്കൊക്കെ. അപ്പോൾ ഓക്കെ, ഇതിൽ പാർട്ടി ഇതൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ദേശാഭിമാനി ഇതിൻ്റെ ഒരു കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അവിടെ യാതൊരു പിരിവും കാര്യമില്ല. അവരുടെ ഒരു സന്തോഷം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും അവിടെ അതിന് വേണ്ടി കഷ്ടപ്പെട്ട് അവിടെ ആ വീട് പണി നടക്കുന്ന സമയത്ത് പല നേതാക്കന്മാരും പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. നമ്മൾ സ്വന്തം വീട് പണി പോലും ഞാൻ അത്ര ശ്രദ്ധിച്ച് നോക്കിയിട്ടില്ല എന്നുള്ളത്. നമ്മൾ കരാറായാലും ഇനി കൂലിക്കെടുപ്പിക്കുകയാണെങ്കിലും പക്കായിട്ട് ശ്രദ്ധിക്കാൻ ആളുണ്ടെങ്കിൽ അത് നല്ല നിലയിൽ മുന്നോട്ട് പോകുള്ളൂ. സർക്കാർ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണം കൊണ്ട് അവിടെ വീടുകൾ ഉണ്ടാക്കി. ആ വീടുകൾക്ക് പല പല പ്രശ്നങ്ങളാണ്. ആ വീടിൻ്റെ പണികളിപ്പോൾ നടക്കണില്ല. ആ വോട്ട് മുന്നിൽ കണ്ടുകാണ്ട് പെട്ടെന്ന് പോയിട്ട് കുറച്ച് ഉദ്ഘാടനമാണ് കഴിച്ചു. അതിനിപ്പോൾ ഏത് സർക്കാരായാലും ചെയ്യുന്ന ഒരു പരിപാടിയാണ്, വോട്ട് മുന്നിൽ കണ്ടുകാണ്ട് കുറച്ച് കാട്ടിക്കൂട്ടൽ. അതിന് നമുക്ക് അതിൻ്റെ വഴിക്കൂടാം. പക്ഷെ എങ്കിലും എടുക്കുന്ന പണി നല്ല സ്ട്രോങ് ആയിട്ട് എടുക്കണ്ടേ, നല്ല ടീമിനെ ഏൽപ്പിക്കണ്ടേ? അപ്പം അതൊന്നും അന്വേഷിക്കണില്ല, അതൊന്നും വിഷയമല്ല. അതെന്തോ ആയിക്കോട്ടെ, ലീഗ് ഒരു പ്രശ്നമാണ്. എന്താണ് ഭായി? അപ്പോൾ മറക്കണ്ട കുടിയിരിക്കലിന് കേട്ടോ. 25-ാം തീയതി കുടിയിരിക്കലാണ്.
ക്ഷണിക്കുകയാണ് എല്ലാവരെയും. പോരി. ഓക്കെ, താങ്ക് യു.